ഹലോ, ഞങ്ങൾക്കിവിടെ ഈദിനൊരു 1 വീക്ക് ഓഫായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി സലാല പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് രാവിലെ ഒരു 10 ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ട് 12:30 റിപ്പോർട്ടിംഗ് ടൈം. ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ നോൾക്കാർഡില്ലായിരുന്നു. അതുകൊണ്ട് ടാക്സി എടുത്ത് പിന്നെ മെട്രോ സ്റ്റേഷനിൽ പോയി നോൾക്കാർഡൊക്കെ വാങ്ങി. അവിടെ നോൾക്കാർഡൊക്കെ വാങ്ങാൻ വേണ്ടി നമുക്ക് മനുഷ്യന്മാരുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അതായത് മെഷീനിൽ കൂടെ തന്നെ നമുക്ക് പൈസ ഇട്ടാൽ നോൾക്കാർഡ് കിട്ടും. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് അതിശയമായിട്ട് തോന്നി. പിന്നെ അവിടെ ഞങ്ങൾ മെട്രോ എടുത്ത് അബുഹേലിൽ എത്തി. അവിടെയായിരുന്നു ഞങ്ങൾക്ക് റിപ്പോർട്ടിംഗ് പോയിൻ്റ് പറഞ്ഞിരുന്നത്. അവിടെ നമ്മൾ പിന്നെ നമ്മൾ ട്രാവൽ ഫ്യൂ എന്ന് പറഞ്ഞൊരു ഏജൻസിയുടെ കൂട്ടത്തിലായിരുന്നു, ഒരു ട്രാവൽ ഏജൻസിയിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ബസ് എടുത്തപ്പോൾ തന്നെ ഒരു 1:30 നമ്മൾ UAE-ന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തപ്പം. പിന്നെ ഒരു ലോങ് ജേർണി ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്രേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കങ്ങ് ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട്, അതായത് എക്സിറ്റ് ആൻഡ് ഇന്ന് നമുക്ക് UAE-ൽ എക്സിറ്റ് ചെയ്തിട്ട് ഒമാനിൽ ഇൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് കുറച്ച് സമയം എടുത്ത് അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അവൈലബിൾ അല്ല. ഇതൊരു ലോങ് വാഷ്റൂമിൻ്റെ ക്യൂ ആണ് കേട്ടോ. ഒറ്റൊരു വാഷ്റൂം ഉണ്ടായിരുന്നുള്ളൂ, അതിനൊരു വലിയ ക്യൂ ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ ഒമാനിലെ അവിടെ പിന്നെ ചെക്ക് ഇൻ സമയത്തുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഒമാനിൽ കയറിയപ്പോൾ നമ്മളൊരു സിമ്മൊക്കെ എടുത്തു, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബസ്സിൽ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ടങ് ട്വിസ്റ്ററൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് എനിക്ക് പ്രൈസൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ജേർണി തുടങ്ങി. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഡിന്നർ ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു. ഡിന്നറൊക്കെ പാക്ഡ് ഡിന്നറായിരുന്നു. എന്നാൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് സ്റ്റോപ്പ് തന്ന സ്ഥലവും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം, വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അത്യാവശ്യം ഒന്ന് റിഫ്രഷ് ആയിട്ട് പിന്നെ നമ്മളൊരു 9:30 ആയപ്പോഴത്തേന് ജേർണി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴാണ്, മോർണിംഗ് ബസ്സിലായിരുന്നു. അതിന് വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.